بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين هذا بصائر للناس وهدى ورحمة لقوم يوقنون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1742 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين هذا بصائر للناس وهدى ورحمة لقوم يوقنون صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ അള്ളാഹു അവർക്കായി നിശ്ചയിച്ചു കൊടുത്ത ഉത്തരവാദിത്തത്തെക്കുറിച്ചും ആ ദൗത്യ നിർവഹണത്തിൽ അവര് ഭിന്നതയിൽ അകപ്പെട്ടുകൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിനോ നിർവഹണത്തിനോ ഒന്നും പ്രാധാന്യം കൽപ്പിക്കാത്തവരായി മാറിയ കാര്യവുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരുന്ന ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായി. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടവരായിരുന്നു. പക്ഷെ അതിന്റെ നിർവഹണത്തിൽ അവർ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ വീഴ്ച വരുത്തുകയുണ്ടായി എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതിനെ തുടർന്ന് അവർക്കിടയിലുള്ള ഭിന്നതയുടെ കാര്യത്തിൽ അവര് പരസ്പരം പകയും വിദ്വേഷവും കാരണമായി അല്ലെങ്കിൽ പകയും വിദ്വേഷവും ഒക്കെ ജനിപ്പിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയ വിഷയത്തിൽ തീർച്ചയായിട്ടും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പ് നാളില് വിധി തീർപ്പ് കൽപ്പിക്കുന്നതാണ് എന്നുകൂടി അല്ലാഹു ഇവിടെ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോ പ്രസക്തമായ അല്ലെങ്കിൽ മക്കയിലെ ആളുകൾ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ ആ സംഗതിയാണ് ഉയർത്തി കാണിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ. പിന്നീട് അതിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള മുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളുടെയും ആ സംഭവവികാസങ്ങളുടെയൊക്കെ ശേഷം പിൽക്കാലത്ത് പിന്നീട്
സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനല്ലാം. ദൈവിക ദീനിന്റെ കാര്യത്തില് താങ്കളെ ഒരു ശരീഅത്തില് നാം നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു സുപ്രധാനമായ കർമ്മവീതിയിൽ ഒരു ദൗത്യ നിർവഹണത്തിന്റെ രാജപാതയിൽ താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ബനൂ ഇസ്രായേൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യവും അത് ലോകത്തുണ്ടാക്കിയ ചലനങ്ങളുമൊക്കെ, അതിനെ തുടർന്ന് ആ സമൂഹം ഭിന്നതയിൽ അകപ്പെട്ട കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിനായിട്ട് അല്ലാഹു സമാവിയായിട്ട് നൽകിയിട്ടുള്ള മാർഗദർശനം അവിടെ വഴിമുട്ടി എന്നേക്കുമായി ഇല്ലാതെയാവുകയല്ല. ആ കാര്യം അല്ലാഹു തുടർന്ന് നിർവഹിക്കുന്നതിനായി ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഇവിടെ അല്ലാഹു പരാമർശിക്കുന്നത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ. ഒരു ജീവിത സരണി, ഒരു പ്രായോഗിക ജീവിത മാർഗം നിശ്ചയിച്ച് നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ദീനിന്റെ നിർവഹണത്തിനായി ചുമതലപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ. ഒരു ശരീഅത്തിന്, ഒരു കർമ്മസരണിയെ ഉജ്ജീവിപ്പിക്കുന്ന വിധത്തില് ഈ ദീനിന്റെ നിർവഹണത്തിനായി താങ്കളെ നാം നിശ്ചയിക്കുകയുണ്ടായി എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഫത്തബിഅഹ. അതിനാൽ താങ്കൾ ആ പാത പിന്തുടരുക, ആ പാതയിൽ നിലകൊള്ളുക, ആ ശരീഅത്തില്, ആ കർമ്മസരണിയിൽ താങ്കൾ നിലകൊള്ളുക. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. ജ്ഞാനികളല്ലാത്ത ആളുകളുടെ മനോവിലാസങ്ങളെയോ തോന്നലുകളെയോ അവരുടെ ഇച്ഛകളെയോ ഒന്നും താങ്കൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുന്ന കാര്യം. വേദക്കാരായ ആളുകൾ, അതുപോലെ മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ താങ്കൾ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെയും കർമ്മസരണിയുടെയും പേരിൽ താങ്കളോട് അഭിപ്രായ ഭിന്നത കാണിക്കുന്നവരായിട്ട് ഒരുപക്ഷെ കണ്ടെന്നു വരാം. അവര് പല കാര്യങ്ങളും താങ്കൾ മുന്നോട്ട് വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തില് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നും വരാം. പക്ഷെ അവര് ജ്ഞാനികളല്ല, അവര് അറിവില്ലാത്തവരാണ്. ബനൂ ഇസ്രായേൽ സമൂഹമാണെങ്കിലും അവരുടെ പിന്മുറക്കാരായി ആ കാലഘട്ടത്തിൽ അറേബ്യയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന വേദ സമൂഹത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മക്കയിലും പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകരും നിഷേധികളും ഒക്കെയായ ആളുകൾ, അവരുടെ കാര്യത്തിലാണെങ്കിലും അവര് ദൈവികമായി വെളിപ്പെട്ട് കിട്ടിയ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല താങ്കളോട് സംവദിക്കാൻ വേണ്ടി മുതിരുന്നത്. അവര് അജ്ഞതയിൽ കഴിയുന്ന ആളുകളാണ്. അവരെ അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത് അല്ലദീന ലാ യഅലമൂൻ എന്ന നിലക്കാണ്. ഇൽമ് എന്നത് ദൈവികമായി പകർന്നു നൽകപ്പെട്ട ജ്ഞാനമാണ്. അങ്ങനെയുള്ള ജ്ഞാനം കൈമോശം വന്നവരോ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലാത്തവരോ ഒക്കെയാണ് ഇവർ. അവരുടെ ഹവ, അവരുടെ ഇച്ഛകളെ, അവരുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് താങ്കൾ ഒരു ഭേദഗതിയും ഈ ശരീരത്തിലും ഈ ദൈവിക പാതയിലും ഉണ്ടാക്കേണ്ടതില്ല. അല്ലാഹു ദൈവിക മാർഗത്തിന്റെ കർമ്മസരണിയാണ് താങ്കൾക്കായിട്ട് ഇപ്പോ പകർന്നു നൽകിയിട്ടുള്ളത്. അതിന്റെ ചുമതലയിലാണ് താങ്കളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ. ഇങ്ങനെയാണല്ലോ പറയുന്നത്. ശരീഅത്തും മിനൽ അംർ എന്ന് പറഞ്ഞാൽ അംർ എന്നത് ഇവിടെ ദീനിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവിക
ദർശനം അല്ലെങ്കിൽ വിശ്വാസമാർഗം, അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ ശരീഅത്തിന്റെ നിർവഹണം, അതിന്റെ പ്രായോഗികമായ ഒരു കർമ്മ മാർഗം, ആ കർമ്മമാർഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാകാൻ വേണ്ടിയാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഫത്തബിഅഹ, ആ ശരീഅത്ത്, ആ കർമ്മമാർഗം പിന്തുടരുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അതിന് പകരമായിട്ട് അവരുടെ അറിവില്ലാത്ത ഈ സമൂഹങ്ങളുടെ, ജ്ഞാനികളല്ലാത്ത ഈ സമൂഹങ്ങളുടെ ഇച്ഛകളുടെ പുറകെ പോകുന്നവൻ ആയി മാറരുത് എന്നാണ് ഇവിടെ നിർദ്ദേശം. അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അത് മക്കയിലെ മുശ്രിക്കുകളെയും കുഫാറുകളെയും ആവാം, അതുപോലെ വേദപാരമ്പര്യം അവകാശപ്പെടുന്ന യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളുമാകാം. അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ അഹ്വാഇനെ പിന്തുടരുന്നവൻ ആയി മാറരുത് എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. കാരണം അവര് പിന്തുടരാൻ യോഗ്യരായ ആളുകളല്ല. അവർക്ക് ദൈവിക മാർഗദർശനവും അതിന്റെ വെളിച്ചവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ ശോഭയിലല്ല അവരിന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവരുടെ അഹ്വാഇനെ പിന്തുടർന്ന് താങ്കളുടെ ഈ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. താങ്കൾ അള്ളാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ശരീഅത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കർമ്മസരണി മുൻനിർത്തിക്കൊണ്ട് മുന്നേറാനാണ്. ഈ ആളുകളുടെ അഹ്വാഇനെ, അവരുടെ ഇച്ഛകളെ, അവരുടെ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ അവരുടെ മനോവിലാസങ്ങളെ പിന്തുടർന്നുകൊണ്ട് താങ്കളുടെ കർമ്മപാതയിൽ യാതൊരു വ്യതിചലനവും ഉണ്ടാക്കരുത്. ഇതാണ് നിർദ്ദേശം. അതിന്റെ കാരണം അവര് അല്ലദീന ലാ യഅലമൂൻ, അവര് അറിവുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള ആളുകളല്ല. ദൈവിക ജ്ഞാനത്തിനെ അതിന്റെ കലർപ്പില്ലാത്ത വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ആളുകളല്ല അവര്. ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ. ഇനി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വല്ല മാറ്റത്തിരുത്തലുകളും വരുത്തുകയോ അള്ളാഹു ഇപ്പോ തുറന്നു തന്നിരിക്കുന്ന ഈ ശരീരത്തിനെ അതിൽ വെള്ളം ചേർത്ത് അതിന്റെ ശരിയായ ഗുണം ഇല്ലാതാക്കുകയോ ചെയ്തത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനവും താങ്കൾക്ക് അവര് കാരണമായി ലഭിക്കാൻ പോകുന്നില്ല അള്ളാഹുവിന്റെ മുന്നിൽ എന്നാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. ഇന്നഹും ലൻ യുഗ്നു അൻക, അവര് ഒരു നിലക്കും താങ്കൾക്ക് പ്രയോജനം നൽകുന്നവരാവുകയില്ല. അവര് കാരണമായി താങ്കൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. മിനല്ലാഹി ശൈഅ, അള്ളാഹുവിനെ നേരിടുന്ന ഘട്ടത്തിൽ, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഒരിക്കലും തന്നെ ഈ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് താങ്കൾക്ക് ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇച്ഛയെ, അവരുടെ തൃപ്തിയെ, അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ അല്ല പ്രാധാന്യമുള്ളതായിട്ട് കരുതേണ്ടത്. അള്ളാഹു ഇപ്പോ താങ്കളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ കർമ്മസരണിയുണ്ടല്ലോ, അതിനെ അതിന്റെ തനിമയോടുകൂടി ഉയർത്തിപ്പിടിച്ച് മുന്നേറാനാണ് അള്ളാഹുവിടെ പ്രവാചകനെ ചുമതലപ്പെടുത്തുന്നത്. അവരിഷ്ടപ്പെടുമോ, ഈ കൂട്ടര് അതിന്റെ കാര്യത്തിൽ പിണങ്ങിപ്പോകുമോ എന്നതൊന്നും താങ്കൾ നോക്കേണ്ടതില്ല. അവരെ തൃപ്തിപ്പെടുത്തി എന്നതുകൊണ്ട് വിശേഷിച്ചൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവിക മാർഗത്തിൽ താങ്കൾ നിലകൊള്ളുന്നത് ദൈവിക ശരീഅത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ആളുകള് വഴി പിരിഞ്ഞു പൊയ്ക്കളയുമോ എന്ന ആശങ്കയിൽ ദൈവിക ശരീഅത്തിൽ വല്ല ഭേദഗതിയും വരുത്തുന്നുവെങ്കിൽ, അതിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുള്ള ഒരു രീതിയാണ് താങ്കൾ സ്വീകരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അത് കാരണമായി താങ്കൾ
അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെട്ടവനായി മാറും. അവരെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് താങ്കൾക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യം. ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ വ ഇന്നൽ ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്. ഈ അതിക്രമകാരികൾ അല്ലെങ്കിൽ ഈ അന്യായത്തിന്റെയും അധർമ്മത്തിന്റെയും ഒക്കെ ആളുകൾ അവര് പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബഅദുഹും ഔലിയാഉ ബഅദ്. അവര് പരസ്പരം സംരക്ഷകരും അതുപോലെ തന്നെ സഹായികളും ഒക്കെയായിട്ട് നിലകൊള്ളുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായ പല താല്പര്യങ്ങളും അജണ്ടകളും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ യഹൂദ അതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങളിലെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ, ഈ ആളുകളും മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും തമ്മിലുള്ള ചില അന്തർധാരകൾ നിലനിന്നിരുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മള് പ്രത്യക്ഷത്തിൽ മുശ്രിക്കുകൾ ഒരു നിലക്കും മുശ്രിക്കുകളുമായി അഹ്ലുൽ കിതാബിന് അങ്ങനെയുള്ള രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. അവര് വിഭിന്നമായ പാതകളിലാണ്. അവര് ആദർശപരമായി പരസ്പരം വിയോജിപ്പുള്ളവരാണ് എന്നൊക്കെയാണ് സങ്കല്പിക്കുന്നുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്കിടയിൽ പരസ്പരം ഔലിയ ആകുന്ന, പരസ്പരം ചങ്ങാത്തമുള്ളവരും സൗഹൃദം പങ്കിടുന്നവരും സംരക്ഷകരാകുന്നവരും ഒക്കെയാണ്. ഇതിന്റെ ആധുനിക കാലഘട്ടത്തിലെ ഒരു ചിത്രം നമുക്ക് ഇപ്പോ ഹിന്ദു ഫാഷിസ്റ്റ് വിഭാഗങ്ങൾ ഹിന്ദുത്വ എന്ന ദർശനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഭാഗവുമായിട്ട് യഹൂദ സമൂഹത്തിന് പറയത്തക്ക സൗഹൃദമൊന്നും ഉണ്ടാവേണ്ടതില്ല. ഉണ്ടാവുന്നത് ആണ് അവിശ്വസനീയമായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. പക്ഷെ അവര് തമ്മിൽ വലിയ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കാണുന്നുണ്ട്. നേരത്തെ അത് അതീവ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ പിന്നീട് ഏതാനും മാസങ്ങളിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ആ രണ്ടു കൂട്ടരും പരസ്പരം കൈകോർക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയുണ്ടായി. പലപ്പോഴും അത് വളരെ ശക്തമായ ഒരു ബാന്ധവം ആയി മാറുന്ന, പരസ്പരം വല്ലാത്ത ചങ്ങാത്തത്തിലും സഹായത്തിലും ഒക്കെയായി അവര് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പും അകൽച്ചയും ഒക്കെ കാണിച്ച അല്ലെങ്കിൽ ശത്രുതയോട് കൂടി നിലകൊണ്ട ആ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ രഹസ്യമായി ചുറ്റുപാടും മദീനയിലൊക്കെ ഉണ്ടായിരുന്ന ഈ അഹ്ലുൽ കിതാബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. അവര് പരസ്പരം സഹായഹസ്തം നീട്ടുന്നവരുമായിട്ട് ആണ് ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. അപ്പോ ഈ ആളുകളെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് താങ്കൾക്ക് വിശേഷിച്ച ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കല് അത് താങ്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. വൈനൽ ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്. ഈ അധർമ്മകാരികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവര് പരസ്പരം ചങ്ങാത്തം കാണിക്കുന്നവരാണ്, പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സൗഹൃദം പങ്കിടുന്ന, പരസ്പരം സംരക്ഷണം നൽകുന്ന ആളുകളാണ്. വല്ലാഹു വലിയുൽ മുത്തഖീൻ. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ തഖ്വയുള്ളവരുടെ, ദൈവഭയത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ രക്ഷകനും സഹായിയുമായിട്ട് അവരുടെ വലിയായിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ വലിയായിട്ട് സ്വീകരിക്കുകയാണ് ഈ മുത്തഖികളായ ആളുകൾക്ക് ഏറ്റവും യോജിച്ച ഒരു നിലപാട് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ മുശ്രിക്കുകളെയോ കുഫാറുകളെയോ അവരോട് രഹസ്യമായി ചങ്ങാത്തം പുലർത്തുന്ന അഹ്ലുൽ കിതാബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും, അവരെ തൃപ്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ഗുണകരമാകും എന്ന അബദ്ധധാരണ ഉപേക്ഷിച്ച് അള്ളാഹു
ഇപ്പോ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആ ശരീഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യം. വല്ലാഹു വലിയുൽ മുത്തഖീൻ, മുത്തഖികളുടെ വലിയ, മുത്തഖികളുടെ സംരക്ഷകൻ അല്ലെങ്കിൽ മിത്രം അള്ളാഹു ആകുന്നു എന്നാണ് തുടർന്ന് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഹാദാ ബസായിറു ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള കൂർമ്മമായ കാഴ്ച പകരുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾക്കുള്ള ഉൾക്കാഴ്ച പകരുന്ന ഒരു സംഗതിയാണ്. സകല ജനങ്ങൾക്കുമായിട്ടുള്ള അവരെ കണ്ണു തുറപ്പിക്കുന്ന, അവരുടെ ഹൃദയത്തിൽ പ്രകാശം ചൊരിയുന്ന ഒരു സന്ദേശമാണ് ഇവിടെ പകർന്നു നൽകപ്പെടുന്നത് ഈ വിശുദ്ധ ഖുർആൻ. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പകർന്നു നൽകിയിട്ടുള്ള ഈ ശരീഅത്ത്, അത് ജനങ്ങൾക്കായി, മുഴുവൻ ജനങ്ങൾക്കുമായിട്ടുള്ള ബസായിറാണ്. ബസായിർ എന്നത് ബസീറത്തിന്റെ ബഹുവചനാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അത്രയും തെളിമയുള്ള, കണ്ണുകൾക്ക് കൂർമ്മത നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന ഒരു തിരിച്ചറിവാണ്. അങ്ങനെ തിരിച്ചറിവ് നൽകുന്ന, ഉൾക്കാഴ്ച പകരുന്ന ഒരു സരണിയാണ്, ജീവിത സരണിയാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹാദാ ബസായിറു ലിന്നാസ്, ജനങ്ങൾക്ക്, മുഴുവൻ ജനങ്ങൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ലോകത്ത് ഏതൊക്കെ ഭൂപ്രദേശങ്ങളിൽ ഏതൊക്കെ സരണികളിലായി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെയും കാര്യത്തിൽ അവർക്ക് ഏറ്റവും പ്രയോജനകരമായ ജീവിത വെളിച്ചം പകർന്നു നൽകുന്ന, അവർക്ക് കണ്ണുകൾക്ക് കൂർമ്മത നൽകുന്ന, കൃത്യമായ മാർഗത്തെക്കുറിച്ചുള്ള ഒരു ബോധം നൽകുന്ന ബസായിറാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അതുപോലെ വഹുദം വറഹ്മത്തുൻ ലിഖൗമി യുഖിനൂൻ, ദൃഢബോധ്യം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ജീവിതത്തിൽ പിന്തുടരാനുള്ള മാർഗദർശനമാണ്, ഹുദയാണ്. അവരുടെ ജീവിത സരണി വെളിപ്പെടുത്തി കൊടുക്കുന്ന, വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു, അവരുടെ മുന്നിൽ അവരുടെ പാത ഏതെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്രോതസ്സാണ്. അതുപോലെ ദൃഢബോധ്യമുള്ളവരുടെ കാര്യത്തില് ഇത് ദൈവിക കാരുണ്യവുമാണ്. അവർക്കേറെ ആശ്വാസം പകരുന്ന, അവർക്കേറെ ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു സംഗതിയാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ശരീഅത്ത്. അതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള ഭേദഗതിയും വരുത്താതെ, അങ്ങനെയുള്ള ഒരു ആലോചനയും ഇല്ലാതെ, ഈ ആളുകളെ, അതിനോട് ഇടഞ്ഞു നിൽക്കുന്ന തരം ആളുകളെ തൃപ്തിപ്പെടുത്താൻ വല്ല മാറ്റങ്ങളും വരുത്തിയാലോ ഒന്നും ആലോചിക്കാതെ കാര്യങ്ങളെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നത്. കാരണം ഇതാണ് സർവ്വലോകങ്ങളിലെയും മനുഷ്യർക്കായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മാർഗദർശനം. ഇതാണ് അവർക്കുള്ള ബസായിർ, അവർക്ക് ഉൾക്കാഴ്ച പകരുന്ന ജീവിത ദർശനം ഇതാണ്. ആദാ ബസായിറു ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള ജീവിത ദർശനമാണ്, അതിനുള്ള ബസായിറാണ്. അപ്പൊ ഇതാണ് അവർക്ക് ആവശ്യമായ ജീവിത വെളിച്ചം പകർന്നു നൽകുന്ന കാര്യം. അത് അവരെ സംബന്ധിച്ചിടത്തോളം, ദൃഢബോധ്യം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർന്ന് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹുദയാണത്. അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികളിലും മനോവിഷമങ്ങളുടെ ഘട്ടങ്ങളിലുമൊക്കെ അവർക്ക് ദൈവിക കാരുണ്യം രുചിച്ചറിയാൻ അവസരം നൽകുന്ന കാര്യം കൂടിയാണ് ഈ ദൈവികമായി പകർന്നു നൽകപ്പെട്ടിരിക്കുന്ന ശരീഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ കർമ്മ മാതൃകയായി അവരുടെ മുന്നിൽ നിലകൊള്ളുന്ന ഒരു കർമ്മസരണി, ആ കർമ്മസരണി, ആ ശരീഅത്ത്, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൃഢബോധ്യം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം പകരുന്ന ദൈവിക കാരുണ്യമാണ്. ഇതാണ് അള്ളാഹു അത് സംബന്ധമായിട്ട് പറയുന്നത്. ഇവിടെ ചരിത്രപരമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മക്കയിലെ ആളുകളെ
കേൾപ്പിക്കുന്നത് എന്നത് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ മക്കയിലെ ആളുകളുടെ അവർ നേരിട്ടിരുന്ന വിശ്വാസപരമായ വെല്ലുവിളികളെ പരാമർശിച്ചുകൊണ്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് അവർക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കപ്പെട്ടത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. മക്കയിലെ ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തില് ചരിത്രപരമായ വലിയ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്നവരായി മാറുന്നതിന് വേണ്ടി അവരെ ആ മാർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും തന്നെ ബനു ഇസ്രായേൽ സമൂഹം ഇതുപോലെയുള്ള ഒരു പ്രാധാന്യമുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം അവരതിന്റെ പ്രാധാന്യം വിസ്മരിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുകയും പകയും വിദ്വേഷവും ജനിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും അങ്ങനെ ഒടുങ്ങാത്ത ശത്രുതയിലും പകയിലും ചെന്നപ്പെടുകയും അത് കാരണമായി രൂപപ്പെട്ടു വന്ന ഛിദ്രത കാരണം ആ ദൗത്യം നിർവഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറകോട്ട് പോവുകയൊക്കെ ചെയ്തല്ലോ. അതേപോലെ നിങ്ങളാവരുത്. ഇതാണ് ഇവിടെ നൽകുന്ന താക്കീത്. അതുകൊണ്ട് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അള്ളാഹു ഒരു കർമ്മസരണി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ വാഹകരാവേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം നിലകൊള്ളുന്ന ആ സമൂഹമാണ്. മക്കയിലെ ആ സമൂഹവും പിൽക്കാലത്ത് മദീനയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി വ്യാപിച്ച് സ്വാധീനം നേടിയ ഒരു ഭൂപ്രദേശം തന്നെ രൂപപ്പെട്ടു വരികയാണല്ലോ. അവരൊക്കെയാണ് ഈ ദൗത്യം ചുമതലയേറ്റ് നിർവഹിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ആളുകൾ ഒരിക്കലും തന്നെ ബനു ഇസ്രായേലിനെ പോലെ പരസ്പരം ഛിദ്രതയിൽ അകപ്പെടുന്നവരാകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഇവിടെ പരോക്ഷമായിട്ട് നൽകപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇവരാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യത്തിൽ ഭേദഗതി വരുത്തേണ്ടതില്ല. വിശ്വാസ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കർമാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിലോ നിലപാടുകളിലോ ഒന്നും തന്നെ ഇവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യാതൊന്നും താങ്കൾ ചെയ്യേണ്ടതില്ല. ഈ കർമ്മസരണി അതേ വിധത്തില് പിന്തുടർന്നാൽ മതി. ഫത്തബിഅഹ വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അവര് ആ വിധത്തില് അവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ അവര് യോഗ്യരല്ല, അർഹരല്ല. അവര് അറിവിന്റെ ജ്ഞാനത്തിന്റെ വാഹകരല്ല. അതുകൊണ്ട് അവരെ അവഗണിച്ചേക്കുക, അവരെ പിന്തുടരാൻ നിൽക്കരുത്. മറിച്ച് അള്ളാഹു ഇപ്പോ പകർന്നു നൽകിയിരിക്കുന്ന ഈ കർമ്മസരണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഇതാണ് നിർദ്ദേശം. അവരെ തൃപ്തിപ്പെടുത്താനുള്ള പ്രയത്നം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ താങ്കൾക്ക് അതെന്തെങ്കിലും വിധത്തിലുള്ള രക്ഷയായി മാറുകയില്ല. മാത്രവുമല്ല, ഒരു രഹസ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലാലിമുകൾ, ഈ ആത്മദ്രോഹം ചെയ്യുന്ന ആളുകൾ, അത് അഹ്ലുൽ കിതാബിൽ പെട്ടവരായാലും അതുപോലെ മക്കയിലെ മുശ്രിക്കുകളിലും കുഫാറുകളിലും പെട്ടവരായാലും രണ്ടു കൂട്ടരും പരസ്പരം വലിയ ചങ്ങാത്തമുള്ളവരാണ്. അവര് അവര് പരസ്പരം ഔലിയ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവും താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതില്ല. വല്ലാഹു വലിയുൽ മുത്തഖീൻ. മുത്തഖികൾക്ക് ഇവരൊന്നും ഔലിയ ആകുന്നില്ല. അള്ളാഹു ആണ് മുത്തഖികളുടെ വലിയ. ഈ ആളുകൾ ലാലിമുകളായ ജ്ഞാനികളല്ലാത്ത അല്ലെങ്കിൽ ദൈവിക ദൗത്യം മറന്ന് ജീവിക്കുന്ന ഈ ആളുകൾ, അവര് ഒരിക്കലും തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൃഢബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഔലിയ ആകുന്നില്ല. ലാലിമുകൾ പരസ്പരം ഔലിയ ആണ് താനും. അപ്പൊ ഇത് ഹദാ ബസാഇറു ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കുമായുള്ള അവരെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലുള്ള ഉൾക്കാഴ്ച പകരുന്ന
ഒരു കാര്യമാണ്. അത് ഹുദം വ റഹ്മത്തുൻ ലിഖൗമി യൂഖിനൂൻ, ദൃഢബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുധാവനം ചെയ്യാനുള്ള മാർഗദർശനമാണ്, അവർക്ക് ആശ്വാസം പകരുന്ന ദൈവിക കാരുണ്യവുമാണ് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.